ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ ആണ്. എന്നും നമ്മൾ ഒരുപോലെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതല്ലേ, ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു ജ്യൂസി ടൈപ്പ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ജലദോഷം ഉള്ളതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മൾ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോർമലി ചിക്കനെല്ലാം ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഞാൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചതച്ചെടുത്തതാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും പിന്നെ നമ്മുടെ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച്, കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടും. ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചത്. ഇനി വേണ്ടത് ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ എല്ലായിടത്തും പിടിച്ചിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എന്നും ഒരുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രാഗൺ ചിക്കനും ചിക്കൻ ലോലിപ്പോപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. നമ്മളുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടറായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോർമലി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്ന് ചിക്കൻ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 4 പീസ് ചിക്കൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ട്രിപ്പായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കോട്ടിങ് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, പക്ഷേ അകത്ത് ചിക്കൻ വേവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് അടുത്ത ഒരു ട്രിപ്പ് കൂടെ ഇടാണ്ട് ഒരു 3 ലെഗ് പീസ് കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈയിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 ലെഗ് പീസ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ബാറ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിന് മേലെ ഒന്ന് തേച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. കൂടാതെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസും സോയ സോസും എല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആ പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിനെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആ വെളുത്തുള്ളിയുടെയും ആ വറ്റൽമുളകിൻ്റെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് സോയ സോസ് മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ആ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളുടെ ആ മിക്സും ചിക്കനിൽ എല്ലായിടത്തും മിക്സ് ആയിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു തവിയൊക്കെ വെച്ചിട്ട് എല്ലായിടത്തും അത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ലെഗ് പീസ് ആയതുകൊണ്ടാണ് കുറച്ച് ഇളക്കാൻ ബുദ്ധിമുട്ട്. നമ്മൾ ചെറിയ ചെറിയ പീസാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് തവി കൊണ്ട് തന്നെ ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കനിൽ എല്ലായിടത്തും ടൊമാറ്റോ സോസും ആ സോയ സോസും വെളുത്തുള്ളിയൊക്കെ ഉള്ള ആ ഒരു മിക്സ് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ സ്പൈസി കുറച്ച് ചേർത്ത് കൊടുത്തത്. ഈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.